രാജ്യത്തേക്ക് ആണവ നിരീക്ഷകരെ പ്രവേശിപ്പിക്കാൻ ഇറാൻ അനുമതി നൽകിയെന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ വാദം തള്ളി ഇറാൻ. ആണവ വിഷയത്തിൽ പുതിയ കാര്യങ്ങൾ ഒന്നും തന്നെ സമ്മതിച്ചിട്ടില്ലായെന്നും ആദ്യഘട്ട ചർച്ചയിൽ ആണവ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകുമ്പോൾ ആ പണം എന്ത് ചെയ്യണമെന്ന് അമേരിക്ക തീരുമാനിക്കുമെന്നും വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സന്ദർശനം ഇന്ന് തുടങ്ങും. വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്നും മധു കൊട്ടരൊക്കെ ചേരുന്നു. മധു, അവിടെ പ്രത്യേക ആൾക്കാർ ഇറങ്ങി ആണവ നിലയങ്ങൾ പരിശോധിച്ചാലും ഇല്ലെങ്കിലും ഇത് താൽക്കാലിക സമാധാനമാണോ അതോ പെർമനന്റ് സമാധാനമാണോ? ഇസ്രായേൽ ആ വിഷയത്തിൽ എന്ത് പറയുന്നു തുടങ്ങിയ കുറെ അധികം കാര്യങ്ങൾ ഇപ്പോഴും സമാധാനം പുലർന്നു എന്ന് പറയുമ്പോഴും ആശങ്കയെ നിൽപ്പാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ആണവ വിഷയത്തിനെക്കാട്ടിലും ഇറാന്റെ ഈ ഫ്രീസ് ചെയ്ത ഫണ്ടുകൾ കൈമാറുന്നതിന്റെ വിഷയമാണ്. ഇന്ന് അല്പമണിക്കൂറുകൾക്ക് മുമ്പ് വൈറ്റ് ഹൗസിൽ സംസാരിക്കുമ്പോൾ ഇറാന് ഈ കൈമാറുന്ന പണം അത് കാർഷിക കയറ്റുമതി വഴി അമേരിക്കയിലേക്ക് തന്നെ തിരികെ എത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അത് മാത്രമല്ല, ഇറാനിലെ ജനങ്ങൾക്ക് വലിയ തോതിൽ ഭക്ഷ്യ ഇറക്കുമതി ആവശ്യമാണെന്നും അമേരിക്ക റിലീസ് ചെയ്യുന്ന ഈ പണം അത് അമേരിക്കൻ കർഷകരിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്ന് അദ്ദേഹം ഒരു അവകാശം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇറാന്റെ ഈ പണം ഈ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. പ്രത്യേകിച്ച് ഹിസ്ബുള്ള, ഹൂത്തി പോലുള്ള അവരുടെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. പക്ഷെ അത് കാത്തിരുന്ന് കാണാം എന്നൊരു വ്യക്തതയില്ലാത്ത മറുപടിയാണ് ട്രംപ് നൽകിയത്. ട്രംപ് പറയുന്നത് ജനങ്ങൾക്ക് ഭക്ഷണം വാങ്ങാനാണ് ഇറാൻ ആ പണം ഉപയോഗിക്കേണ്ടത്. നിലവിൽ ഇറാനിലെ ജനങ്ങൾ വലിയ പട്ടിണിയാണ്. അവർക്ക് ആവശ്യമായ ചോളം, അതുപോലെ സോയാബീൻ, ഇവയെല്ലാം അമേരിക്കയിൽ നിന്നാണ് ഇപ്പോൾ അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ കരാറുകളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ നിന്ന് കാർഷിക സാമഗ്രികൾ വാങ്ങുവാൻ ഒരു നിർബന്ധവുമില്ലെന്നാണ് ഇറാന്റെ സെൻട്രൽ ബാങ്ക് ഗവർണർ അബ്ദുൽ നാസർ ഹെമത്തി ഇതിനോട് പ്രതികരിച്ചത്. പ്രതിവർഷം കോടിക്കണക്കിന് ഡോളറിന്റെ അവശ്യ സാധനങ്ങളും മരുന്നുകളും ഒക്കെ ഇറാൻ ആവശ്യമുണ്ട്. എന്നാൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവും അതുപോലെ നല്ല ഗുണനിലവാരവും ഉണ്ടെങ്കിൽ അത് വാങ്ങുന്നതിൽ തടസ്സമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇറാനുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം US വൈസ് പ്രസിഡന്റ് JD വാൻസ് അല്പസമയത്തിനുള്ളിൽ വാഷിംഗ്ടണിൽ തിരിച്ചെത്തും. ഇറാനെ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായും ആണവ മുക്തമാക്കുന്നതിന്റെ ആദ്യപടിയായി അന്താരാഷ്ട്ര ആണവ ഏജൻസി ഇൻസ്പെക്ടേഴ്സിനെ പ്രവേശിപ്പിക്കുവാൻ ഇറാൻ സമ്മതിച്ചു എന്നാണ് വിമാനം കയറും മുമ്പ് JD വാൻസ് വ്യക്തമാക്കിയത്. എന്നാൽ ഈ നിരീക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉറപ്പുകളും നൽകിയിട്ടില്ലെന്ന് ഇറാൻ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 18 മണിക്കൂറാണ് ഈ ചർച്ചകൾ നീണ്ടത്. ഈ ചർച്ചകളിൽ ഒന്നും ഈ ആണവ വിഷയം സംസാരിച്ചിട്ടില്ലെന്ന് ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ ഇർണയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഈ നേരത്തെ ഇറാന് നൽകിയ ഒരു പ്രോമിസിന്റെ ഭാഗമായി ഇറാന്റെ എണ്ണ വിൽപ്പനയ്ക്ക് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഇന്ന് 60 ദിവസത്തെ ഇളവ് പ്രഖ്യാപിച്ചു. ഇതോടെ ഇറാന് അവരുടെ എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കാനും രാജ്യാന്തര വിപണിയിലൊക്കെ കൃത്യമായ ഒരു വില ഈടാക്കാൻ ഇപ്പോൾ അവർ വില വളരെ കുറച്ചാണ് കൊടുക്കുന്നത്. കാര്യം ഈ സാങ്ഷൻസ് ഉള്ളത് കൊണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് വളരെ ആശ്വാസമുള്ള ഒരു വാർത്ത, ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എണ്ണം കുറവാണെങ്കിലും വരും ദിവസങ്ങളിൽ അത് കൂടാനുള്ള സാധ്യതയുണ്ട്.